നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. കുറച്ച് നാളായിട്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല പല തിരക്കുകളുടെ ഇടയിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ച് വീഡിയോസ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്തവണത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഫുൾ മൗത്ത് റീകൺസ്ട്രക്ഷൻ അഥവാ റീഹാബിലിറ്റേഷൻ എന്നാണ് നമ്മുടെ വീഡിയോൻ്റെ പേര്. അതായത് വായുടെ പുനർനിർമ്മാണം. വായിൽ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പല്ലുകളെല്ലാം നാശമായി പോയിരിക്കുന്ന അവസ്ഥയിലും മോണയ്ക്കൊക്കെ ഒരുപാട് ഡാമേജ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിന് എങ്ങനെ നമ്മൾ ഒരു പുതിയൊരു വായ നമ്മൾ എങ്ങനെ കൊടുക്കും, പുനർനിർമ്മിച്ച് കൊടുക്കും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇത്തവണത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഫുൾ മൗത്ത് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ഡാമേജ്ഡ് ആയിട്ടുള്ള പല്ലുകൾ എടുക്കുകയോ അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ക്രൗൺ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ എടുത്ത പല്ലുകൾ ഇംപ്ലാന്റ് ചെയ്യുകയോ പല പല മാർഗങ്ങൾ മൂലം നമ്മളിത് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഫുൾ മൗത്ത് റീകൺസ്ട്രക്ഷൻ്റെ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ പേഷ്യൻറ്റിന് പൂർണ്ണമായിട്ട് വായുടെ എല്ലാ ഫങ്ഷൻസും തിരിച്ച് കൊണ്ടുവരുന്ന രീതിയിൽ നമ്മളത് റീകൺസ്ട്രക്ട് ചെയ്യുക. അതായത് എന്തൊക്കെയാണ് അതിൻ്റെ റോൾസ്? നമ്മൾ ഭംഗിയായിട്ട് ചിരിക്കാൻ പറ്റണം, നന്നായിട്ട് ചിരിക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ചവയ്ക്കാനും എല്ലാം സാധിക്കണം. അപ്പോൾ ഈസ്തെറ്റിക്സും ഫങ്ഷനും, ഈസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭംഗി, കാഴ്ചയിലുള്ള ആ ഒരു ഭംഗി, അതും അതിൻ്റെ കൂടെ നമ്മൾ ഫങ്ഷൻ, അതായത് ചവയ്ക്കാനും സംസാരിക്കാനും എല്ലാം പറ്റണം. അതാണ് ഫങ്ഷൻ. സ്പീച്ച്, ഭംഗിയായിട്ട് സംസാരിക്കാൻ സാധിക്കണം, നമുക്ക് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കണം. ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പുനർനിർമ്മാണം പൂർണ്ണമായിട്ടും വിജയമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് കടക്കുന്നതിന്, ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചില ഫണ്ടമെന്റൽസ് പറയട്ടെ. മുമ്പ് ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫോമും ഫങ്ഷനും പ്രധാനമാണ്. നമ്മളിപ്പോൾ ഒരു കെട്ടിടം പണിയാണെന്നുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് നമുക്കൊരു ഫോം ഉണ്ട്, അതിന് ഫങ്ഷൻ ഉണ്ട്. ഇത് തമ്മിൽ റിലേറ്റഡ് ആയിരിക്കണം. അപ്പോൾ ഇതിന് ഞാനൊരു ഉദാഹരണം പറയാറുള്ളത്, എൻ്റെ പഴയ ക്ലിനിക്കിൽ ഞാനൊരു വളരെ ഭംഗിയുള്ള ഒരു ചെയർ, ഡെന്റൽ ചെയർ വാങ്ങിയിട്ടിരുന്നു. വന്നിരുന്ന പേഷ്യൻസിനൊക്കെ ആ ചെയറിൽ തന്നെ ഇരിക്കണം, ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷേ എന്താ ഇതിൽ വിചിത്രപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതിൽ ഒരു പേഷ്യന്റിനെ ഇരുത്തി ഞാൻ ചികിത്സിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ചെയറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വർക്ക് ചെയ്യില്ല. ഒന്നുകിൽ ലൈറ്റ് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അതിൻ്റെ സ്പിറ്റൂണിലേക്കുള്ള വാട്ടർ സപ്ലൈ വർക്ക് ചെയ്യില്ല, അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചില എയറോട്ടർ പോയിന്റ്സ് ഉണ്ട്, അത് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അതിൻ്റെ സ്കെയിലർ വർക്ക് ചെയ്യില്ല, ഹാൻഡ് പീസ് വർക്ക് ചെയ്യില്ല, എന്തെങ്കിലും ഇതിൻ്റെ ഫുഡ് കൺട്രോൾ വർക്ക് ചെയ്യില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം എല്ലായ്പ്പോഴും ആ ചെയറിന് ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു ചെയർ. അപ്പം ഞാൻ അതിനൊരു പേരിട്ടു, സുന്ദരവിഡ്ഢി. അതായത് ആള് കാണാൻ സുന്ദരനാണ്, പക്ഷെ പ്രവൃത്തിയിൽ വിഡ്ഢിയാണ്. നമുക്ക് പ്രയോജനമില്ല അങ്ങനെ ഒരു ചെയർ ഉള്ളതുകൊണ്ട് എന്ന് പറയുന്ന പോലെ, നമുക്ക് ചിരിക്കാനായിട്ട് പല്ലുണ്ടായിട്ട് മാത്രം കാര്യമില്ല, നമുക്കത് ഫങ്ഷണൽ ആയിരിക്കണം. നമുക്ക് ചവച്ചരച്ച് കഴിക്കാൻ പറ്റണം, നമുക്ക് അതുകൊണ്ട് സംസാരിക്കാനും ചിരിക്കാനും ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനും എല്ലാം സാധിക്കണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം അതായത് ഫോമും ഫങ്ഷനും നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ പലപ്പോഴും ഒരു കാര്യം ഓർക്കണം, ഫോം ഫോളോസ് ഫങ്ഷൻ. ഫങ്ഷൻ പോലെയാണ് ഫോം വരിക പലപ്പോഴും. ഉദാഹരണത്തിന് നമ്മൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മസിൽ വെക്കും. അപ്പോൾ അത് ശരിക്ക് ഫോം ഫോളോസ് ഫങ്ഷൻ, ഫങ്ഷനെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും ഫോം വരിക എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക. അപ്പോൾ പലപ്പോഴും ബ്യൂട്ടിയും സിമെട്രിയും ഇതിൽ വളരെ പ്രധാനമാണ്. നമുക്ക് ഏറ്റവും ഭംഗിയുള്ള മുഖങ്ങൾക്ക് എപ്പോഴും സിമെട്രി ഉണ്ടാവും എന്നാണ് പറയപ്പെടാറ്. അപ്പോൾ ഇത് പലപ്പോഴും ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ ചെയ്യാറുള്ളത്. ഇനി ഒരു ബേസിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞോട്ടെ. ഓറോ ഡെന്റോ ഫേഷ്യൽ ഓഫീസ് എന്നുള്ളൊരു ടേം ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മളുടെ വായിൽ 32 ആൾക്കാർ ജോലി ചെയ്യുന്നു. ഇതിൽ 16 പേര് മുകളിലത്തെ നിലയിൽ, 16 പേര് താഴത്തെ നിലയിൽ. ഫ്രണ്ടിലെ പല്ലുകൾ നമ്മളുടെ റിസപ്ഷൻ കമ്മിറ്റി, ബാക്കിലെ പല്ലുകൾ നമ്മളുടെ ബാക്ക് ഓഫീസാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടത്, നാവാണ് നമ്മുടെ PRO. ഈ കാണുന്ന ഈ പടത്തിൽ കാണുന്ന പോലെ മുൻപിലുള്ളവർ റിസപ്ഷൻ കമ്മിറ്റി, ബാക്കിലുള്ളവർ ബാക്ക് ഓഫീസ് വർക്കേഴ്സ്, നാവ് PRO,
ഇതിൽ ഫേഷ്യൽ മസിൽസ്, നമ്മുടെ മുഖത്തുള്ള മസിൽസാണ് ബാക്കിയുള്ള സപ്പോർട്ട് സ്റ്റാഫ്, ഓഫീസിലുള്ള സപ്പോർട്ട് സ്റ്റാഫ്, 2 മാനേജർമാരുണ്ട്. ഇവരാണ് നമ്മുടെ ജോയിൻസ്, ടെമ്പറോമാൻഡിബുലർ ജോയിൻസ്. ഇവരാണ് നമ്മുടെ മാനേജേഴ്സ്. അപ്പൊ ഇവരെല്ലാവരും തമ്മിൽ ഒത്തൊരുമയോടുകൂടെ പണിയെടുത്താൽ മാത്രമേ നമ്മുടെ വായിലുള്ള ജോലി നടക്കുള്ളൂ. അപ്പോൾ ഓഫീസ് പ്രിൻസിപ്പിൾസ് എന്താണ്? ഒരു ഓഫീസിലെ എല്ലാവരും തമ്മിൽ നല്ല ഒത്തൊരുമയോടുകൂടെ പണിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഓഫീസിലുള്ള പണി നടക്കുള്ളൂ. അപ്പൊ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഓഫീസിലുള്ളവർ തമ്മിൽ അടിപിടി കൂടി കഴിഞ്ഞാൽ മാനേജർമാർക്ക് ടെൻഷനാവും. അപ്പൊ നമ്മുടെ മാനേജർമാർ ആരാണ്? വായിലുള്ള മാനേജേഴ്സ് നമ്മുടെ ജോയിൻസ് ആണ്. ജോയിൻസ് ക്ലിക്ക് ചെയ്യാനും ജോയിൻസിൽ പെയിൻ വരാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ അഥവാ മുഴുവൻ വായയുടെ പുനർനിർമ്മാണം ചെയ്യേണ്ടത്. അപ്പോൾ അത് ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ അതായത് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെ പുറത്താക്കണം. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പല്ലുകൾ അല്ലെങ്കിൽ സ്ഥാനം തെറ്റിക്കിടക്കുന്ന പല്ലുകൾ, ഇതെല്ലാം നമ്മളുടെ ഫൈനൽ സ്ട്രക്ചറിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ റിമൂവ് ചെയ്യുക, നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾക്ക് അതിന് പകരം അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ പല്ലുകൾ വെച്ച് പിടിപ്പിക്കുക. ഇതാണ് അതിൻ്റെ റൂള്. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. പിന്നെ എപ്പോഴും ഓർക്കേണ്ടത് സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നുള്ളൊരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട്. അതായത് ഒരു വസ്ത്രം കീറി തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് തുന്നി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 തുന്നിക്കെട്ടൽ അവോയ്ഡ് ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മളൊരു ഓഫീസിൽ ഒരു പ്രശ്നം കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഭീകരമാവാതെ, പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവാതെ നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ഓഫീസ് പ്രിൻസിപ്പിൾ. പിന്നെ ടീം വർക്ക്. നമുക്ക് ഈ പല്ലുകൾ എല്ലാവരും തമ്മിൽ ഒരു ജോയിന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ വായിലുള്ള പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അതിൽ നമുക്ക് ആ പല്ലുകളെല്ലാം തമ്മിൽ നല്ല ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്യണം എന്നുള്ളത് കാണിക്കുന്ന ചില സ്ലൈഡ്സ് ആണിത്. ഇനി സപ്പോസിങ് ബാക്ക് ഓഫീസിൽ പല്ലില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഒരു പടത്തിൽ കാണുന്ന പോലെ ബാക്കിൽ പല്ലില്ല, അപ്പൊ എന്ത് പറ്റും? ഫ്രണ്ടിലുള്ള പല്ലിന് ലോഡ് മുഴുവൻ വരും. അതോടുകൂടി ഫ്രണ്ടിലെ പല്ല് അകലാൻ തുടങ്ങും, അതിലുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും, അനവധി പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ഇതെല്ലാം റീപ്ലേസ് ചെയ്യണം പല്ലുകൾ. ഇപ്പൊ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് നമ്മൾ എങ്ങനെ പല്ലുകൾ ഇംപ്ലാന്റ്സ് മുഖേനയും അല്ലാതെയും നമ്മൾ ക്രൗൺസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ്. പിന്നെ പലപ്പോഴും പല്ലുകൾ ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. സൈഡിലുള്ള പല്ലുകൾ ഡ്രിഫ്റ്റ് ചെയ്ത് വരാൻ തുടങ്ങും. അത് കഴിഞ്ഞ് അതിൽ ആ ഡ്രിഫ്റ്റ് ചെയ്ത പല്ലുകളുടെ ഇടയിൽ ക്യാവിറ്റീസ് വരാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിലേക്ക് കിടക്കും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ എക്സിസ്റ്റിംഗ് ഹെൽത്തി ആയിട്ടുള്ള പല്ലുകൾ നിലനിർത്തുക. മോശമായിട്ടുള്ള പല്ലുകൾ ട്രീറ്റ് ചെയ്ത് നിർത്താൻ പറ്റുമെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് നിലനിർത്തുക. നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കാത്ത പല്ലുകൾ തീർച്ചയായിട്ടും റിമൂവ് ചെയ്യണം. അത് വളരെ പ്രധാനമാണ്. ഇതിൽ പലപ്പോഴും ഞാൻ വേറൊരു കാര്യം കൂടെ പറയാറുണ്ട്. ഈ ഓഫീസിൽ 4 ഗുണ്ടകളുണ്ട്. ഇവരാണ് വിസ്ഡം ടീത്ത്. ഈ വിസ്ഡം ടീത്ത് പലപ്പോഴും നമ്മൾ എടുത്തു കളയേണ്ടി വരാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് ഈ വിസ്ഡം ടൂത്ത് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് എടുത്ത് കളയാതിരുന്നത് കൊണ്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് വിസ്ഡം ടീത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഡോക്ടർ കണ്ട് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പറയുകയാണ് വിസ്ഡം എടുക്കേണ്ടതാണ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്ത് കളയേണ്ടതാണ്. അപ്പോൾ ഇതിൽ പലപ്പോഴും ഞാൻ വേറൊരു ഉപമ ഉപയോഗിക്കാറുണ്ട്, ഫയർ ഫൈറ്റിംഗ് വേഴ്സസ് ഫയർ പ്രിവെൻഷൻ. പലരുടെയും ധാരണ തീ പിടിച്ചിട്ട് കെടുത്താനായിട്ട് ഓടണം എന്നുള്ളതാ. തീ പിടിക്കാതെ നോക്കുന്നതല്ലേ ബുദ്ധി. എപ്പോഴും തീ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് ചെലവ് കൂടും, നമുക്ക് ബുദ്ധിമുട്ട് കൂടും, നമുക്ക് ഒരുപാട് വേദന സഹിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും തീ പിടിക്കാതെ നോക്കിയാൽ. അപ്പോൾ അതായത് നേരത്തെ കൂട്ടിയിട്ട് പ്രശ്നങ്ങൾ സങ്കീർണമാവാതെ ട്രീറ്റ്മെന്റ് എടുക്കുക, അതാണ് അതിൻ്റെ റൂള്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെയുള്ള എല്ല് ചുരുങ്ങാൻ തുടങ്ങും, എല്ല് കൊളാപ്സ് ചെയ്യും. അങ്ങനെ പല്ല് അങ്ങോട്ട് ചുരുങ്ങി ഒരുപാട് വല്ലാത്തൊരവസ്ഥയിലെത്തും. ഇതിനെ നമ്മൾ ഫേഷ്യൽ കൊളാപ്സ് എന്നാണ് പറയുക. അതായത് മുഖം ചുരുങ്ങി കൊളാപ്സ് ചെയ്ത് പോകും ഫേസ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്താറുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരുപാട് കാലത്തേക്ക് പല്ലില്ലാതെ വരുമ്പോൾ എട്രോഫീഡ് മാൻഡിബിൾ, അതായത് നമുക്കിവിടെ ഇതിൽ കാണാം ഒരു കുഴിഞ്ഞു പോയിരിക്കുന്നത്, കീഴ്ത്താടി വല്ലാതെ കുഴിഞ്ഞു പോയിരിക്കുന്നത് കാണാം.
ഇങ്ങനത്തെ അവസ്ഥയിൽ ചെന്നുപെടും. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഈ ചിത്രത്തിൽ കാണുന്നത് പലപ്പോഴും നമ്മൾ നാച്ചുറൽ ടീത്ത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പല്ലുകൾ പോയി ആകെ കൊളാപ്സ് ചെയ്ത് താടിയെല്ലാം ചുരുങ്ങി പോകുന്നൊരവസ്ഥയാണ്. ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഫേഷ്യൽ കൊളാപ്സ് നടക്കുന്ന ഒരു രീതിയാണ് ആ കാണിക്കുന്നത്. ഇതിൽ പലപ്പോഴും ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആ ബോൺ കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് അവസാനം ഒരുപാട് ബോൺ കൊളാപ്സ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇംപ്ലാന്റ്സ് ചെയ്ത് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ ഈ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ പേഷ്യൻസിനോട് ഞാൻ പറയാറുള്ളത്, നമ്മളൊരു റോളർ കോസ്റ്ററിൽ കയറുന്ന പോലത്തെ ഒരു പ്രതീതി ആയിരിക്കാം നിങ്ങൾക്ക് തോന്നുക. നമ്മൾ റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ പല സ്ഥലങ്ങളിലും ഈ നമ്മൾ വീഗാലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ റൈഡ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് റോളർ കോസ്റ്റർ ശരിക്കും. അപ്പോൾ റോളർ കോസ്റ്ററിന്റെ മുകളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു വല്ലാത്തൊരു ഫീലിംഗാണ്. നമ്മൾ ബോർഡ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ പല ലെവൽസിൽ പൊങ്ങിയും താണൊക്കെ പോവും. ഇത് കഴിഞ്ഞ് നമ്മൾ സേഫ് ആയിട്ടൊരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാറുള്ള, ഡോക്ടർമാർ ഞങ്ങളിത് ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടെ കൈ പിടിച്ചിരിക്കും. നിങ്ങൾ അതിനെപ്പറ്റി പറയേണ്ട, നിങ്ങളെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കും. അതോടുകൂടി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. അപ്പം ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിലേക്ക് കടക്കാം. അത് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗം ഉടനെ തന്നെ വരുന്നതാണ്. നന്ദി, നമസ്കാരം.